ടു കൊണ്ടാട്ടം വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ. ഇന്ന് നമ്മൾ നല്ല കിടക്കാച്ച ടിപ്പുകളായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ്. എല്ലാവർക്കും പ്രയോജനപ്പെട്ട നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഈ കടലേനെ വെള്ളത്തിൽ രാത്രി ഇട്ട് വെക്കാനായിട്ട് മറന്നങ്ങ് പോകും. കാലത്ത് എഴുതുമ്പോഴായിരിക്കും ഒരു ഓട്ടപ്പാച്ചിൽ. അപ്പോൾ അതിന് ഓട്ടപ്പാച്ചിലൊന്നും വേണ്ട, കടല തന്നെ നമുക്ക് കറി വയ്ക്കാം സിമ്പിളായിട്ട്. അപ്പോൾ ഒരു കാസ്ട്രോൾ എടുക്കുക, അതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ ഈ കടലക്കുട്ടനെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ല ടൈറ്റായിട്ട് അപ്പം തന്നെ ഇതിനങ്ങോട്ട് അടച്ചങ്ങോട്ട് മാറ്റി ഏകദേശം 1 മണിക്കൂറോളം അങ്ങ് മാറ്റി അങ്ങ് വെക്കാം. അപ്പോൾ കാലത്തായിരിക്കും നമ്മളത് ഓർക്കാല്, അയ്യോ കടല ഇട്ടിട്ടില്ല. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പരിപാടി ആദ്യം ചെയ്തങ്ങ് വെച്ച് നമ്മളിപ്പോൾ പുട്ടാണോ ഇടിയപ്പാണോ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കടല 1 മണിക്കൂർ കഴിയുമ്പോൾ റെഡി ആയിട്ട് അങ്ങോട്ട് ഉണ്ടാവും. ഇപ്പം ഞാൻ തുറന്ന് കഴിഞ്ഞപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കടൽ നേരത്തെ ഇട്ട പോലെയാണോ, ആൾ നല്ല വീർത്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ലേ. ഇതെടുത്ത് നമ്മൾ കൈ കൊണ്ട് ഒന്ന് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് 2 എണ്ണമായിട്ട് പിളർന്നങ്ങ് പോരുന്നുണ്ട്. അപ്പോൾ സുഖമാണ്. ഇനി മറന്നുപോയി എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട, നമുക്കതിനും ഒരു പ്രതിവിധിയായില്ലേ. 1 മണിക്കൂറിനുള്ളിൽ സൂപ്പറായിട്ട് കടല നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നല്ല കിടിലും കടലക്കറിയും വെക്കാം കേട്ടോ. അപ്പോൾ കടലക്കറി നല്ല സൂപ്പറായിട്ട് എളുപ്പത്തിൽ കുക്കറിൽ വയ്ക്കുന്ന ഒരു റെസിപ്പി നമ്മുടെ അടുത്തുണ്ട്, വിത്ത് പാലപ്പം. ഒപ്പം ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അത് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മൾ കിട്ടില്ല ടിപ്പാണ് കേട്ടോ അടുത്തത്. നമ്മൾ ഈ പഴംപൊരിയും ഉഴുന്നുവടയും പരിപ്പുവടയും അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് പൊരിച്ചാലും പിന്നെ ആ ഓയിൽ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഭയങ്കര ആ ഒരു എന്താണോ ഉണ്ടാക്കിയ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ അതൊക്കെ കോരി എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇപ്പം ഞാൻ കുറച്ച് എണ്ണ എടുത്താണ്. അപ്പോൾ ചെറിയ ഒരു കഷ്ണം പുളി അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതങ്ങ് പൊരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ. ആ ചൂട് മതി. അതിൽ ഇതങ്ങ് പൊരിഞ്ഞ് നല്ല കറുന്നങ്ങ് ആവും. കറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബബിൾസൊക്കെ നിന്നൊടിയേണ്ട. നേരത്തെ നല്ല ഇങ്ങനെ ഇതായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബബിളൊക്കെ നിന്ന് കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇങ്ങനെ നമ്മൾ കോരി ഈ പുളി ഇങ്ങനെ ഇട്ടൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ മണവും, അതായത് ആ പൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന മണവും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പരിപ്പും പയറും കടലയും ഒക്കെ വേവിക്കാനായിട്ട് ഇതേമാതിരി വെള്ളവും കുന്തവും കുറച്ചൊക്കെ ഒഴിച്ച് അങ്ങ് വെച്ച് കഴിഞ്ഞ് ഇത് വിസിൽ വരുമ്പോൾ തുടങ്ങി നമ്മുടെ അടുക്കള നിറനാശാവും. ഈ പരിപ്പിൻ്റെയൊക്കെ അങ്ങോട്ട് പുറത്തോട്ട് വന്ന് ഗ്യാസിൻ്റെ സ്റ്റൗവ് അതേമാതിരി അടുക്കള പിന്നെ ഒരു യുദ്ധക്കളം തന്നെയായി മാറും അല്ലേ. അപ്പോൾ അതിനും ഒരു കിടിലനൊരു ടിപ്പാണ്. ഇങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഇതിങ്ങനത്തെ ഒരു കുഞ്ഞ് ചെരുവോ പാത്രമില്ലേ, ഇങ്ങനെ ഇത്തിരി കുഴിയുള്ളത് വേണം കേട്ടോ. അത് വെച്ച് കൊടുത്ത് നമ്മളിതാ കുക്കറിന് അടയ്ക്കണം കേട്ടോ. വിസിൽ പോകുമ്പോൾ നോക്കി ഒരു തരി വെള്ളം പുറത്തോട്ട് വന്നില്ല. ഞാൻ ആ ചൂടോടുകൂടി അതിൻ്റെ ആ ഒരു പ്രഷർ പോയി കഴിയുമ്പോൾ തന്നെ തുറന്നും കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ആ വെച്ചേക്കുന്ന പാത്രത്തിനകത്താണ് നമ്മുടെ എക്സസ് ആയിട്ടുള്ള വെള്ളം മൊത്തം വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ വെക്കണം, അല്ലെങ്കിൽ സംഭവം അടി പിടിക്കും. അപ്പോൾ ഇത് നല്ല കിടിലൊരു ടിപ്പാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഇനി വന്നിട്ട് നമുക്ക് മിക്സി കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പണിയാണല്ലേ. കാരണം അതിൻ്റെ ആ സ്ക്രൂവിൻ്റെ അവിടെ ഉള്ള അഴുക്കുകൾ അതിൻ്റെ ഇതിനകത്തുള്ളതെല്ലാം ഒന്ന് ഇതാക്കിയെടുക്കുക ഇത്തിരി പണിയാണ്. അപ്പോൾ അതും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഞാനൊരു 1/2 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയും അതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വിനാഗിരി, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. അവിടുത്തെ ഒരു കെമിക്കൽ റിയാക്ഷൻ നല്ല പത പോലെയൊക്കെ അങ്ങ് വരും. ഇനി ഇത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഉപ്പാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മിക്സിയുടെ ബ്ലേഡിനൊക്കെ നല്ല മൂർച്ച കൂടും ചെയ്യും. അതേപോലെ ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ അറിയാലോ നല്ലപോലെ ക്ലീൻ ആവും. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അഴുക്കൊക്കെ പോയി ക്ലീനായി. ഇനി അതേപോലെ തന്നെ മെനക്കെട്ട പണിയാണ് മിക്സിയുടെ ജാറിൻ്റെ അടിവശം. അതിലേക്ക് നമുക്ക് ലേശം ബേക്കിംഗ് സോഡയും വിനീഗറും ഒഴിച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അതിനൊന്ന് അങ്ങ് വിട്ടേക്കാം. സ്വതന്ത്രനായിട്ട് അവിടെ ഇരുന്നോട്ടെ. അതിനുശേഷം നമ്മുടെ പഴയ ബ്രഷിലെ, അതായത് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് വേണ്ട അത് മാറ്റിയിട്ട് അടുത്ത് മേടിക്കുമ്പോൾ അത് മാറ്റുള്ളൂ, അത് എടുത്ത് വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നല്ലതുപോലെ ബ്രഷ് ചെയ്ത് അങ്ങ് അതിൻ്റെ ഫുൾ അഴുക്കും കാര്യങ്ങളും അങ്ങ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജാറൊന്നും അങ്ങനെ പെട്ടെന്ന് കേടാവത്തില്ല. നല്ല എന്താ പറയുക, കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും, നിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ
രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതാ നോക്കിയേ, ഞാൻ നല്ലപോലെ ബ്രഷ് ചെയ്ത് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ. അപ്പോൾ എളുപ്പമാണല്ലേ, അധികം ബുദ്ധിമുട്ടോ ഓരപ്പണി ഒന്നും വേണ്ട. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മുടെ വീടുകളിലൊക്കെ ഒരു തലവേദനയാണ്, പ്രത്യേകിച്ച് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വിച്ച് ബോർഡ് ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനും എളുപ്പമാണ്. അതിങ്ങനെ ഒരു കോട്ടൺ ഇതിനകത്ത് നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇല്ലേ, എപ്പോഴും വൈറ്റ് കളറാണ് കേട്ടോ നല്ലത് നമുക്കിങ്ങനെ ക്ലീനിങ് പർപ്പസിന്. എന്നിട്ട് ഇതിങ്ങനെ ഉരച്ചങ്ങ്, അതായത് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്ന് റബ്ബ് ചെയ്ത് ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ സ്വിച്ചുകളൊന്നുമല്ല, പുറത്തെ ഭാഗങ്ങൾ ഒന്ന് റബ്ബ് ചെയ്ത് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്കിനി ആ സ്വിച്ചുകൾ ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഈ സ്വിച്ചുകൾ നമ്മൾ ഈ തുണി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഇടയിൽ അഴുക്കുകളൊന്നും പോവില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് ഇങ്ങനത്തെ കുഞ്ഞ് ബ്രഷ് എടുക്കുക. ആ ബ്രഷ് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ ഇതേമാതിരി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്വിച്ച് ബോർഡിനൊക്കെ പല്ലിപ്പിക്കാൻ പോകണം കേട്ടോ. അതായത് ഇങ്ങനെ വെച്ച് നമുക്ക് അതിനൊന്ന് തേച്ചങ്ങ് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പൊടികളും അഴുക്കുകളും ഒക്കെ അങ്ങ് നല്ലപോലെ പോയി കിട്ടിയോളും. പ്രത്യേകിച്ച് കുട്ടികൾ തന്നെയല്ല, നമ്മളായാലും പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് കയ്യിൽ വെള്ളം ഉണ്ടാവും, നമ്മൾ ഓർക്കില്ല, നമ്മൾ പോയി അങ്ങ് ഇടും, എന്തെങ്കിലും അങ്ങനെയാണ് പെട്ടെന്ന് അഴുക്ക് പിടിക്കണേ. അപ്പോൾ ഇതും നമ്മൾ വീക്കിലി വൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്, സ്വിച്ച് ബോർഡൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നമ്മളതിനൊന്ന് തുടച്ചങ്ങ് കൊടുക്കുക. തുടയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നല്ലതാ സുന്ദരനായിട്ട് നല്ല അടിപൊളിയാക്കി നമ്മൾ സ്വിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി അതേപോലത്തെ തന്നെ ഒരു പ്രശ്നമാണ് സ്വിച്ച് ബോർഡിൻ്റെ താഴെയുള്ള അഴുക്കല്ലേ, അതും നമുക്ക് നല്ല ഈസി ആയിട്ട് കളയാം. അതിന് വേണ്ടി അതിങ്ങനെ ഈ പേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പേസ്റ്റ് അങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒരു കോട്ടൻ്റെ തുണി എടുക്കുക. വെള്ളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഈ കോട്ടൻ്റെ തുണി വെച്ച് അവിടെ നല്ലതുപോലെ ഈ പേസ്റ്റ് വെച്ച് ഒന്ന് അങ്ങോട്ട് റബ്ബ് ചെയ്യുക, തുടച്ചങ്ങ് എടുക്കുക. ഓക്കെ, എന്താ അതിശയം തന്നെയാണല്ലേ. അതങ്ങോട്ട് ആക്കുമ്പോൾ തന്നെ അവിടുത്തെ അഴുക്കങ്ങ് പോയി ക്ലീൻ ആവാണ്. പിന്നെ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും പോണില്ല കേട്ടോ. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതാ സൂപ്പറായിട്ട് അങ്ങോട്ട് ആ അഴുക്ക് മാത്രം അവിടെ നിന്ന് പോരുന്നുള്ളൂ. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല കിടിലൻ ടിപ്പാണല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മൾ കുപ്പിവെള്ളം ഇഷ്ടമല്ലാത്തവരാരുമില്ല അല്ലേ. ഒരുവിധം പെൺകുട്ടികൾക്ക് കുപ്പിവെള്ളം എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെയാണ്. അപ്പോൾ ഈ കുപ്പിവെള്ളം പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും. അതില്ലാണ്ടിരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. വെള്ളം നല്ലപോലെ തിളപ്പിച്ച് എടുത്തതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ ഈ കുപ്പിവെള്ളം അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് നല്ല ലൂസാവുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിപ്പോണേ. അപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ ആ എഡ്ജുകൾ നല്ല ടൈറ്റ് ആവും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവില്ല. അപ്പോൾ എന്താ പറയുക, നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ കിലുക്കിക്കൊണ്ട് നടക്കാനായിട്ട്. അപ്പോൾ നല്ല സുഖമായിട്ട് ഇത്തിരി ബലം പിടിച്ചിട്ടാലും അത് പൊട്ടത്തൊന്നുമില്ല, നല്ല സുഖമായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഊരുമ്പളായാലും പൊട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് എപ്പോഴാണോ ഇപ്പോൾ പരിപാടിക്കൊക്കെ പോകുമ്പോഴല്ലേ നമ്മളിടാം. അപ്പോൾ അതിന് ഒരു 10-20 അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂറോ മുമ്പ് നമുക്കിങ്ങനെ വളനൊന്ന് ചെയ്തെടുത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നമുക്ക് പൊട്ടാണ്ടിട്ടിട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.